പൈസ ഇറക്കി നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് ഓരോ ആൾക്കാരും ബ്ലഡ് ആൻഡ് സ്വെറ്റാണ് അതിലിട്ട് ചെയ്യുന്നത്. അപ്പം എളുപ്പത്തിൽ അതിനെ ഈ വാലും പോലെ സ്ഥലത്ത് നിങ്ങൾ കാണുമ്പോൾ ആക്ച്വലി നിങ്ങൾ ഈ സിനിമ എന്ന് പറയുന്ന ഒരു രംഗത്തിനെ കൊല്ലുവാണ്. അതാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അതായത് നിങ്ങളിതിപ്പം OTT എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ എല്ലാ സിനിമകളും വരുന്നുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടോ, ആൻഡ് അത് കഴിഞ്ഞിട്ട് OTT വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കണ്ടോ. പക്ഷേ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പൈറേറ്റഡ് വേർഷൻസ് ഒക്കെ കാണുന്നത് ഭയങ്കര ഭയങ്കര മോശമാണ്. അത് ഭയങ്കര സങ്കടമാണ്. സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ടെക്നോളജി വളരുമ്പോൾ നല്ലതുകൊണ്ട് മോശമുണ്ട്. ഐ തിങ്ക് അതൊരു മോശം എന്ന് പറയുന്നത് ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം അതിനൊരു ഫുൾ സ്റ്റോപ്പ് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. சிம்பிள் சொல்யூஷன், நம்ம பார்க்கறது நிறுத்திட்டா பைரசி போயிடும், அவ்வளோதான் சொல்யூஷன். நீங்க டெலிகிராம் டவுன்லோட் செய்யுங்க. ഞാൻ അതിലൂടെ ഒരു ഫിലിം അഭിനയിച്ചിട്ടുണ്ട് മുന്നേ, നട്പേട്ടുണ്ടെങ്കിൽ വന്നിട്ട്. അപ്പം അതിനകത്ത് പക്ഷേ ആദ്യം ജസ്റ്റ് ഗോ ആക്ടർ. അപ്പം അങ്ങനെ ഈ ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ കോൾ മീ, ഇങ്ങനെ ഒരു റോൾ ഉണ്ട്, എങ്ങനെയാണ് എന്നോട് ചെയ്താൽ നല്ലതായിരിക്കും, ബിക്കോസ് ഇങ്ങനത്തെ ഒരു റോൾ ഞാൻ മുന്നേ ചെയ്തിട്ടില്ല. ആൻഡ് സോ അങ്ങനെ ആണ് സ്റ്റോറി പറയുന്നത്. സോ സ്റ്റോറി പറഞ്ഞ് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാനിങ്ങനെ ഒരു റോൾ ചെയ്തിട്ടില്ല, ആൻഡ് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഫിലിമിൽ. സോ ഞാൻ പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല. ഞാൻ ഡൂയിങ് ദ ഫിലിം. അതാണ് എനിക്ക് ശരിക്കും കുറേ ടഫ് സീൻസ് ഒക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ കുറേ ചലഞ്ചിങ് ആയിട്ടുള്ള സീൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ആൻഡ് കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് കുറേ കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. സോ അങ്ങനെ കുറേ നോക്കുവാണെങ്കിൽ കുറേ ബുദ്ധിമുട്ടിലുള്ള സീൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫിലിമിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു സ്പെഷ്യൽ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയില്ല, എല്ലാവരും ഭയങ്കര യൂണിറ്റിയോടെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഫിലിമായിരുന്നു. സോ അത് കാരണം ഒന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. സർ പറഞ്ഞമാരെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു ക്രിയേറ്റീവായിട്ട് ഒന്ന് ചെയ്യാൻ നോക്കുന്നു. സോ അങ്ങനെ മാത്രമേ തോന്നിയിട്ടുള്ളൂ, ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫിലിം. ആൻഡ് ഇതിൻ്റെ സ്കെഡ്യൂൾസ് ആണെങ്കിൽ കുറേ സ്കെഡ്യൂൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും കംഫർട്ടബിൾ ആവുന്ന സമയമൊക്കെ നോക്കി വളരെ റിലാക്സ്ഡായി ഷൂട്ട് ചെയ്തൊരു ഫിലിമായിരുന്നു. ആൻഡ് ഇവർ ടീമാണെങ്കിലും ഇവർ തന്നെയാണ് എല്ലാം, ഇതിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും ടെക്നിക്കൽ പാർട്ടാണെങ്കിലും എല്ലാം ഇവരുടെ ടീം തന്നെയാണ് ഫുൾ മാനേജ് ചെയ്തത്. ബട്ട് ആ ഒരു സ്ട്രെസ്സൊന്നും നമ്മുടെ ആക്ടേഴ്സിലോട്ട് വന്നിട്ടില്ല. അത് ഒരു രീതിയിലും അത് സെറ്റിൽ വരുമ്പോൾ നമുക്ക് അവരുടെ ഫേസിലൊന്നും ഒരു രീതിയിലുള്ള സ്ട്രെസ്സോ പ്രഷറോ അത് കാരണം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര റിലാക്സ്ഡായി ഭയങ്കര കംഫർട്ടബിളായി വർക്ക് ചെയ്തൊരു ഫിലിമായിരുന്നു. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ആൻഡ് എനിക്ക് എൻ്റെ ഈ ജേർണിയിൽ ഭയങ്കര വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റി. സോ യെസ്, അതെ അതെ. അതാണ് ആക്ച്വലി ഇതിപ്പോൾ ഗുഡ്. ഇത് സെക്കൻഡ് ഫിലിം. സോ ഒരു 5 years മുന്നേ ആയിരുന്നു ഫസ്റ്റ് ഫിലിം. സോ അങ്ങനെ നോക്കുമ്പോൾ ഐ കുഡ് സീ എ ഗ്രോത്ത് പ്രൊഫഷണലി. ഭയങ്കര ലോട്ട് ഓഫ് എവല്യൂഷൻ, കുറേ ഭയങ്കര കോൺഫിഡൻസും പിന്നെ ഭയങ്കര ഡയറക്ടർ അല്ലാതെ തന്നെ നമ്മുടെ ടീം മാനേജ് ചെയ്തത് കുറേ ആക്ടേഴ്സ്. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് മോർ ദാൻ 500-600 ആക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു സെറ്റിൽ. അത്രയും വലിയ സെറ്റും അത്രയും ആക്ടേഴ്സൊക്കെ ഉള്ള ദിവസങ്ങളുണ്ടായിരുന്നു. ബട്ട് the way he was handling
the crowd and the way he was handling all the actors, അത്രയും senior ആയിട്ടുള്ള actors at this young age. So അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയി തോന്നി എനിക്ക്. Everything, handling everything. So that was very inspiring. அது சார் இந்த டைட்டில் சொல்கிற மாதிரி கடைசி உலகப்போர் பெரிய ஸ்டோரி, பெரிய லேண்ட்ஸ்கேப்பில் பண்ண வேண்டிய படம். இப்படி இந்த தமிழ்நாடு சுற்றி பற்றியே இருக்குமா இந்த ஸ்டோரி? வேர்ல்டு பாலிடிக்ஸ் இருக்கும், பட் வேர்ல்டு வார் அப்போ தமிழ்நாட்டில் என்ன நடந்துட்டு இருக்குங்கிற மாதிரி இருக்கும். அண்டு பெரிய படமாக தான், பெரிய லேண்ட்ஸ்கேப், பெரிய வார் நடக்கிற செட்ஸ் இருக்கும், ஜெட்ஸு, இது பாம்ஸ் ட்ராப் பண்ணுறது, அது நீங்கள் ட்ரெய்லரில் பார்க்குறீங்க இல்லையா, அந்த மாதிரி எல்லாமே டெமாலிஷ் ஆகுறது, அது எல்லாமே இருக்கும் படத்தில். அண்ட் இது வந்து தமிழ்நாட்டில் நடக்கும். ஸோ நீங்கள் ஒவ்வொரு ஊரில் இருந்து பார்க்குறப்ப உங்கள் ஊரில் என்ன நடக்குங்கிற விஷயம் தான். இங்கேருந்து நீங்கள் படம் பார்க்குறீங்கன்னா இப்போ அங்கே போடுற பாம்பு இங்கே இருக்கிற ஸ்டேடியமில் போட்டால் எப்படி இருக்கும், அந்த மாதிரி நீங்கள் பார்க்குறப்ப உங்கள் ஊரில் இது நடக்கும்போது என்ன ஆகும், இது எல்லாருக்குமே ரிலேட் ஆகும். இது வந்து வார் எப்படி இருக்கும் எக்ஸ்பீரியன்ஸுங்கிற உங்களால் யாருனால வேணாலும் ரிலேட் பண்ணிக்க முடியும். கேரளாவில் பார்த்தாலும் ரிலேட் ஆகும், ஆந்திராவில் பார்த்தாலும் ரிலேட் ஆகும். அது பெருசாக லாங்குவேஜ் தேவைப்படாது, இது ஒரு எக்ஸ்பீரியன்ஸான படம் தான். ஸோ அதனால் இது எல்லாருக்கும் ரிலேட் ആകக்கூடிய പടமாக தான் இருக்கும். നമ്മൾ ചെയ്തു വെച്ച കഥാപാത്രങ്ങളിൽ തന്നെ ആ കഥാപാത്രം രണ്ടാമത്